tell about your earliest memory of the temple? When was the first memories you have, and what was your memory of that temple? ആദ്യം ടെമ്പിൾ ലിസ്റ്റ് പറയാം. അതിന്റെ ആദ്യകാലത്ത് കേരളത്തിന്റെ അതിർത്തി ഗോകർണം മുതൽ കന്യാകുമാരി വരെയായിരുന്നു. അപ്പൊ ഈ കേരള രാജ്യത്തിനെ, ആ സംസ്ഥാനത്തെ ദുർഭൂതങ്ങളിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പരശുരാമൻ 4 ദിക്കുകളിൽ 4 അംബികാ ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വടക്ക് മൂകാംബിക കൊല്ലൂരിലെ, തെക്ക് ബാലാംബിക കന്യാകുമാരിയിലെ, കിഴക്ക് പാലക്കാട് ഹേമാംബിക, പടിഞ്ഞാറ് ലോകാംബിക. ആ ലോകാംബിക ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത്. പരശുരാമൻ സ്ഥാപിച്ച ഈ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ശ്രീചക്ര പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പരശുരാമ കൽപ്പസൂത്രം ആധാരമാക്കിയിട്ടുള്ള പൂജാവിധാനങ്ങളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അത് പഞ്ചമകാല പൂജകൾ പണ്ടുണ്ടായിരുന്നു, ബലിയടക്കം. അതിനുശേഷം ശങ്കരാചാര്യ അദ്ദേഹത്തിന്റെ ദേശസഞ്ചാരത്തിനിടയ്ക്ക് കൊടുങ്ങല്ലൂരിൽ എത്തിച്ചേരുകയും കൊടുങ്ങല്ലൂരിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് അഭൗമമായ ഒരു തേജസ് അനുഭവപ്പെടുകയും, അപ്പോൾ അദ്ദേഹം ആ ആന്തറയിൽ ഇരുന്ന ഈ പ്രഭാവത്തിന് എന്താണ് കാരണം എന്നുള്ള തപസ് ചെയ്ത് അദ്ദേഹം ധ്യാനത്തിലൂടെ അത് കണ്ടെത്തി. അപ്പൊ അത് ആദിപരാശക്തിയുടെ ചൈതന്യമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുകയും അദ്ദേഹം എപ്പോഴും കയ്യിൽ കൊണ്ടു നടക്കാറുള്ള, ആരാധിക്കാനുള്ള ശ്രീചക്രമായ മഹാമേരുവിൽ ആ ചൈതന്യത്തെ ആവാഹിച്ച് ആ ശ്രീചക്രം കൂടി അവിടെ പ്രതിഷ്ഠിക്കുകയും അതിനുശേഷം ആദിശങ്കരാചാര്യന്റെ വരവോടെ ആ കൗള സമ്പ്രദായത്തിൽ നിന്ന് മാറ്റി അത് സമയപ്രകാരത്തിലേക്ക്, സമയമാർഗത്തിലേക്ക് ചുറ്റപ്പെടുത്തുകയും അദ്ദേഹം ക്രോഡീകരിച്ച പൂജാവിധാനങ്ങളാണ് ഇന്നിപ്പോൾ ഇവിടെ നടന്നു വരുന്നത്. ഞങ്ങളെല്ലാം അത് ഫോളോ ചെയ്തുകൊണ്ട് ഇവിടുത്തെ പ്രധാന പൂജാരിമാരായിട്ടുള്ള ആളുകളെ, ശാന്തിക്കാരായിട്ടുള്ള ആളുകൾ, ദേവിക്ക് വേണ്ടി പൂജ ചെയ്യുന്ന ആളുകളെ അടികൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടികൾ എന്ന് പറയുന്നത് പൂജനീയർ എന്നുള്ള പദത്തിൽ വിശേഷിപ്പിക്കുന്ന ഒരു പദമാണ്. ആചാര്യ പദവിയിലുള്ളവരെ, പ്രത്യേകിച്ച് പാരമ്പര്യമായിട്ട് ശ്രീവിദ്യ ഉപാസകരായിട്ടുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്നതാണ്. പൊതുവെ പലരും ചോദിക്കാറുണ്ട്, മൂകാംബികയിലുള്ള കർണാടകത്തിലെ അടികയും ഈ അടികളും ഒന്നാണോ എന്നൊക്കെ. കന്നഡ പദത്തിലെ അടിക എന്ന പദത്തിന്റെ അർത്ഥം ദേവന്റെ പരിചാരകൻ എന്നാണ്. ഇവിടെ അടികൾ എന്നുള്ളത് ആചാര്യ പദവിയിലുള്ള ആളുകളെ വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ പരമ്പര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 1100 വർഷത്തെ പാരമ്പര്യമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ ഞങ്ങൾ തുടർന്നു വരുന്നത്. ശങ്കരാചാര്യ ചുറ്റപ്പെടുത്തിയ പൂജാവിധിക്ക് ശേഷം അന്ന് ഏകദേശം 1150 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഞങ്ങളുടെ ഒരു ആചാര്യൻ, അദ്ദേഹം ഒന്നുകൂടി ക്രോഡീകരിച്ച പൂജാവിധാനങ്ങളാണ് ഇന്ന് ഞങ്ങളെല്ലാം തുടർന്നു വരുന്നത്. പൊതുവെ ഈ ക്ഷേത്രം രുചിച്ചിത്ത് വിധാനം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആയി കണക്കാക്കപ്പെടുന്ന ഒരു ക്രമമാണ് രുചിച്ചിത്ത് വിധാനം എന്നുള്ളത്. രുചിച്ചിത്ത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം ശിവൻ കിഴക്കോട്ട്, സപ്തമാതൃക്കൾ വടക്കോട്ടോ പടിഞ്ഞാട്ടോ അഭിമുഖമായിട്ട് ഇരിക്കുന്ന ഒരു അവസ്ഥയുള്ള പ്രതിഷ്ഠാക്രമങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഏതൊരു ശ്രീകോവിലും ഒറ്റപ്പെട്ടിരിക്കുന്ന ആ ശ്രീകോവിലുള്ള ആ ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്ഷേത്രം അറിയപ്പെടുക. എന്നാൽ ഈ രുചിച്ചിത്ത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ ദേവിക്കാണ് പ്രാധാന്യം. ഇവിടെ സപ്തമാതകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ദേവതയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള നിത്യപൂജാവിധാനങ്ങൾ, മാസത്തിലൊരിക്കലുള്ള പർവ്വപൂജയും വർഷത്തിലൊരിക്കലുള്ള അതിവിശിഷ്ടമായ പൂജകളും ഇത്തരം ക്ഷേത്രങ്ങളിൽ കാണപ്പെടുന്നതാണ്. ഈ പൂജകളെല്ലാം തന്നെ പ്രധാനമായും ശ്രീവിദ്യാസമ്പ്രദായത്തിലുള്ള പൂജാവിധാനങ്ങളാണ്. ഈ രുചിച്ചിത്ത് വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം
സപ്തമാതക്കുള്ള പ്രതിഷ്ഠ അത് രൂപപ്രതിഷ്ഠയോ അല്ലെങ്കിൽ പീഠത്തിന്റെ സങ്കല്പത്തിന്റെ പ്രതിഷ്ഠയോ ആയിട്ട് ഉണ്ടാകും. കൊടുങ്ങല്ലൂർ ശരിക്കും സപ്തമാതക്കൾ മാത്രമല്ല, അഷ്ടമാതക്കളുടെ സങ്കല്പം കൂടി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലുമാണ്. ഇതിനു പുറമെ ക്ഷേത്രത്തിന്റെ പുറത്ത് പടക്കഴിച്ച് മൂലക്കലായിട്ട് ക്ഷേത്രപാലകൻ എന്നുള്ള ഒരു ദേവത കൂടി കാണും. ഈ ക്ഷേത്രപാലകൻ എന്ന് പറയുന്നത് ഇന്ന് കൊടുങ്ങല്ലൂരിൽ കാണുന്ന ഈ ക്ഷേത്രപാലകൻ അത് വടുക ഭൈരവൻ ആണ് യഥാർത്ഥത്തിലുള്ളത്. പിന്നെ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ആചാരാനുഷ്ഠാനങ്ങളും വിധാനങ്ങളും എല്ലാമാണ് വിപരീത വിധാനത്തിൽപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം കാണുന്നത്. മറ്റുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഉള്ള പോലെ ഉത്സവത്തിന് താന്ത്രിക ചടങ്ങുകളിലൂടെയുള്ള കൊടിയേറ്റമോ ഒന്നും ഇത്തരം കാവുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം പൊതുവെ ശാക്തേയ കാവുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ കേരളത്തിലെ 13 ശാക്തേയ കാവുകളാണ് ഉള്ളത്. ഇവിടെ എല്ലാം ഈ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജാവിധാനങ്ങളും ഉണ്ട്. കൊടുങ്ങല്ലൂരിലുള്ള മാസത്തിലൊരിക്കലുള്ള വിശേഷമായിട്ടുള്ള പൂജ ഇവിടുത്തെ സംക്രമത്തിനായിരുന്നു. അതുകൂടാതെ വർഷത്തിലൊരിക്കലുള്ള അതിവിശേഷമായ പൂജകൾ ഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന അശ്വതി നാളിൽ നടക്കുന്ന തൃച്ചന്ദനച്ചാർത്ത എന്നും ഒക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന പൂജയാണ്. അതിപ്പോൾ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ആ പൂജ നടക്കുന്നത്. 7:30 നീണ്ടു നിൽക്കുന്ന പൂജയാണത്. അതായത് 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന പൂജയാണ്. ഈ പൂജകൾ നടത്തുന്നത് അടിയന്മാരുടെ തറവാട്ടിന്റെ കാരണവന്മാരായിട്ടുള്ള ഇപ്പൊ ആദ്യം 3 പേരാണ് ഉണ്ടായിരുന്നു, ഇപ്പൊ 2 പേരാണുള്ളത്. ആ കാരണവന്മാരായിട്ടുള്ള ആളുകൾ ചേർന്നാണ് ഈ പൂജകളെല്ലാം അന്വേഷിച്ചു വരുന്നത്. ഈ പൂജകൾക്ക് അന്യജന സാന്നിധ്യം പാടില്ല, അതീവ രഹസ്യമായിട്ടുള്ള പൂജകളായതിനാൽ പൊതുജനങ്ങൾക്ക് ആ സമയത്ത് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നുണ്ട്. പണ്ട് കാലങ്ങളിൽ ഈ പൂജ നടന്നിരുന്നത് ഭദ്രകാളി യാമത്തിലായിരുന്നു. കവളതന്ത്രത്തിൽ ഒരു ദിവസത്തെ 4 മണിക്കൂർ വീതമുള്ള 6 യാമങ്ങളായിട്ട് തിരിച്ചിരുന്നു. ഒന്ന് രാവിലെ ഉദയം 6 മണിക്കാണ് എന്നുണ്ടെങ്കിൽ രാവിലെ 6 മുതൽ 10 വരെ ശ്രീ ഭഗവതിയുടെ യാമം, 10 മുതൽ 2 വരെ ജ്യേഷ്ഠാ ഭഗവതിയുടെ യാമം, 2 മുതൽ 6 വരെ പാർവതി ദേവിയുടെ യാമവും, വൈകുന്നേരം 6 മുതൽ 10 വരെ ദുർഗായാമം, 10 മുതൽ 2 വരെ ഭദ്രകാളി യാമം, 2 മുതൽ 6 വരെ സരസ്വതി യാമം എന്നുള്ള ക്രമത്തിലാണ് യാമങ്ങളെ കണക്കാക്കിയിട്ടുള്ളത്. ഈ അശ്വതി പൂജ എന്ന് പറയുന്ന അല്ലെങ്കിൽ ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ പൂജകൾ കഴിഞ്ഞാൽ പിറ്റേത്തെ ദിവസം രാവിലെ ഉദയത്തിന് മുമ്പേ അതിവിശിഷ്ടമായ വലിയ പായസം ഉപയോഗിച്ച് ഉദയത്തിന് മുമ്പേ നട അടയ്ക്കുന്നു. ഈ ദിവസങ്ങളിലൊന്നും തന്നെ പുതിയ നമുക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നില്ല. തുടർന്ന് നടക്കുന്ന വ്യത്യസ്ത യാമങ്ങളിലുള്ള പൂജകളാണ് ഓരോ ദിവസം. അങ്ങനെ 7ാമത്തെ ദിവസം വീണ്ടും തുറക്കുമ്പോഴേക്കും അത് സരസ്വതി യാമത്തിലേക്ക് എത്തിച്ചേരും. അപ്പൊ ഈ സരസ്വതി യാമത്തിന് കഴിഞ്ഞ തുറന്ന് ആ 7ാമത്തെ ദിവസം നട തുറക്കുന്ന ദിവസം അന്ന് ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷവുമാണ്. 1 വർഷത്തെ ദർശന പുണ്യം ലഭിക്കുന്നതാണ്. കാരണം ഈ വ്യത്യസ്ത യാമങ്ങളിലായി 7 ദിവസം പൂജ നടത്തി കഴിഞ്ഞിട്ടുള്ള വിശേഷ ശ്രീവിദ്യാ സമ്പ്രദായത്തിന്റെ പൂജകൾ അനുഷ്ഠിച്ചതിനു ശേഷം നട തുറക്കുന്ന ദിവസം ഏറ്റവും ചൈതന്യവത്തായിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദർശനം വളരെ വിശേഷവുമാണ്. പൊതുവെ കൊടുങ്ങല്ലൂരിലെ ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളിലൊന്ന് പ്രധാനമായിട്ടൊന്ന് താലപ്പൊലി മഹോത്സവമാണ്. അത് മകര സംക്രമത്തിന് തുടങ്ങി 4 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ്. രാവിലെയും രാത്രിയും 9 ആനകൾ വീതമുള്ള എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. മകരം 1-ന് നട തുറന്നു കഴിഞ്ഞാല് മകരം 5-ാം തീയതി ഉച്ചയ്ക്ക് വരെ നട അടയ്ക്കും. അതുവരെ രാവും പകലും തുറന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം വരുത്തുന്ന ഒരു അവസരമാണ് ഈ താരപ്പൊലി ആഘോഷകാലത്ത് നടക്കുന്നത്. ഇതിനുശേഷം ഉള്ള ഏറ്റവും വിശേഷപ്പെട്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഭരണി ഫെസ്റ്റിവലാണ്. ഭരണി ഫെസ്റ്റിവൽ എന്ന് ഇവിടെ പറയുന്നത് പൊതുവെ കുറെ ഐതിഹ്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള കഥയാണ് പറയുന്നത്. കുംഭമാസത്തിലെ ഭരണി നാളില് ആണ് ദേവി ദാരിദ്ര്യവധത്തിനായിട്ട് നിഗ്രഹത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുന്നത് എന്ന്. അന്നത്തെ ദിവസം ഇവിടെ
ചെറുപറങ്ങി കൊടുക്കുക എന്നുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം യാത്രകളുടെ വ്യത്യസ്തമായിട്ടുള്ള കൊടിക്കൂറകൾ അലങ്കരിച്ചു കൊണ്ടുള്ളതാണ് ആ കൊടിയേറ്റം എന്ന് പറയുന്നത്. അല്ലാതെ സാധാരണ മറ്റുള്ള ക്ഷേത്രങ്ങളിലെ പോലെ താന്ത്രിക ചടങ്ങുകളോ അങ്ങനെയുള്ള അതോട് കൂടിയിട്ടല്ല എന്നുള്ളതും ഇവിടുത്തെ നാട്ടിലൊരു പ്രത്യേകതയാണ്. തുടർന്ന് മീനമാസത്തിലെ തിരുവോണം നാളില് കോഴിക്കല്ല് മൂടുക എന്നുള്ള ചടങ്ങിൽ കൊണ്ട് നടക്കുന്നു. ആ തിരുവോണം നക്ഷത്രം മുതലാണ് ദേവി ദാരികനുമായിട്ട് നേരിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ളതൊക്കെയാണ് ഒരു ഐതിഹ്യം. ആ സമയം മുതല് കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നും ഇപ്പോൾ കേരളത്തിന് പുറത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം ധാരാളം ഭക്തജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കും. കുംഭമാസത്തിലെ ഭരണി നാളിൽ അവർ തുടങ്ങുന്ന ആചാരാനുഷ്ഠാന അവരുടെ വ്രതാനുഷ്ഠാനങ്ങള് ഇവിടെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ദർശനം നടത്തി പോയതിനു ശേഷം അവരാ വ്രതം അത് പൂർത്തീകരിക്കുന്നു. അവിടെ നിന്ന് വരുമ്പോൾ അവരാ വ്രതാനുഷ്ഠാനത്തോട് തുടങ്ങിയിട്ടുള്ള ആർജിച്ച ശക്തി ചൈതന്യം അത് ഇവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. തുടർന്ന് അശ്വതി നാളിൽ നടക്കുന്ന അതിവിശിഷ്ടമായ അശ്വതി പൂജ ശ്രീവിദ്യാ സമ്പ്രദായത്തിലുള്ള പൂജയ്ക്കാണ് വളരെ പ്രാധാന്യമുള്ളത്. സാധാരണ നടക്കുന്ന സോമയാഗം അല്ലെങ്കിൽ അതിരാത്രം അഗ്നിഷ്ടോമം തുടങ്ങിയിട്ട് വൈദിക യാഗങ്ങളിൽ ഒരു 100 യാഗങ്ങൾക്ക് തുല്യമായിട്ടുള്ളതാണത്രേ ഒരു ശ്രീചക്ര നവാവരണ പൂജ. അപ്പൊ ആ സമ്പ്രദായത്തിലുള്ള ഒരു പൂജയാണ് കൊടുങ്ങല്ലൂരിൽ അന്നേ ദിവസം നടക്കുന്നത്. അപ്പൊ യാഗതുല്യമായിട്ടുള്ള പൂജകൾ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഈ പൂജകൾക്ക് ഭംഗം വരാതിരിക്കുന്നതിന് അമ്പലത്തിനകത്ത് കോവിലകം തൗലിയ തമ്പുരാനും പരിവാരങ്ങളും അവിടുത്തെ പ്രജകളും പണ്ടത്തെ രാജാക്കന്മാരാണല്ലോ അവര് ഈ പൂജയ്ക്ക് അതിവിശിഷ്ടമായ ഈ പൂജയ്ക്ക് ഭംഗം നേരിടാതിരിക്കാനായി വാളും പരിചയ ആയുധങ്ങളെല്ലാം ആയുധപാണികളായി പരമ്പരാഗത വേഷത്തിലവർ ഇതിന് സംരക്ഷണം നൽകുന്നു എന്നുള്ള സങ്കല്പത്തിലൂടെ എത്തുന്നുണ്ടാവും. ഇതിനു പുറമെ അമ്പലത്തിന് ചുറ്റുമുള്ള ആൽത്തറകളിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള അവകാശികളായിട്ടുള്ള ആളുകൾ, കോമരങ്ങളും പിന്നെ മൂപ്പന്മാര് തുടങ്ങിയിട്ടുള്ള ഭക്തജനങ്ങളെല്ലാം കയ്യിൽ കുറുവടികളൊക്കെ ഏന്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടാകാം. ഇവരെല്ലാം യഥാർത്ഥത്തില് ഈ പൂജയ്ക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് എന്നുള്ള സങ്കല്പത്തിലാണ് ശ്രമിച്ചത്. അവരെല്ലാം കൊണ്ട് നിൽക്കുന്നു. ഈ പൂജയുടെ ഒരു സങ്കല്പം വേറൊന്ന് പറയുന്നത്, ഒരു ഫേബിൾ, ഒരു ഐതിഹ്യം പറയുന്നത്, കാളി ദാരിക വധത്തില് കാളി ദാരികനുമായിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം ദേവിക്ക് ധാരാളം മുറിവുകൾ ഉണ്ടാവുകയും ആ മുറിവുകൾ അശ്വതി ദേവകള് ശുശ്രൂഷിച്ച് ഭേദമാക്കി എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിലാണ് തൃച്ചമണച്ചാർത്ത എന്ന് ഉള്ള ഒരു പൂജ എന്നൊക്കെ പറയുന്ന പൂജ നിർവഹിക്കുന്നത് എന്നൊക്കെയാണ് ഒരു ഐതിഹ്യം പറയുന്നത്. പക്ഷെ അത് യഥാർത്ഥത്തിൽ അത് ഐതിഹ്യമായിട്ട് പറയുന്നത്. അതിന്റെ താന്ത്രിക വശം അത് പറയുകയാണെങ്കിൽ ആ വർഷത്തിൽ വെച്ച് നടക്കുന്ന ശ്രീവിദ്യാക്രമത്തിലുള്ള പൂജകളുടെ ഒരു പ്രാധാന്യം തന്നെയാണ് അവിടെ നമുക്കത് കാണാൻ കഴിയുക. തുടർന്നുള്ള വ്യത്യസ്ത യാമങ്ങളിലാകട്ടെ ഇതുപോലുള്ള പൂജകൾ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഈ 7 ദിവസത്തെ പൂജാവിധാനങ്ങളുടെ അതിൽ നിന്നും ഉൾക്കൊണ്ട ആ ചൈതന്യമാണ് ഈ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തെ ഒരു വർഷത്തെ ചൈതന്യം അത് പരിപാലിച്ചു വരുന്നത് ഈ 7 ദിവസത്തെ பூஜைகள் தண்ணி. சுவாமிக்கு சில பேர் கேக்குறா, இவ்வளவு இப்போ நிறைய மனுஷா தீட்சா எடுத்துட்டு ஸ்ரீவித்யா உபாசனா பண்றாரு. பட் அதோட எஃபெக்ட் என்ன நம்மளுக்கு தெரியலையே. லோக்கம்ல இவ்வளவு உபாசனா நடக்கிறது ക്ഷേമமா இருக்கணும். ഇപ്പൊ ഇതെല്ലാം ഒരു മന്ത്രദീക്ഷ അല്ലെങ്കിൽ ഉപാസന ചെയ്യുന്നത് ഇതെല്ലാം നമ്മുടെ ഒരു മോക്ഷമാർഗത്തിലേക്കുള്ള ആ ഒരു വിദ്യയാണ്. ഇതെല്ലാം മോക്ഷഫലപ്രദമായിട്ടുള്ള കാംക്ഷയോട് കൂടിയിട്ട് ചെയ്യേണ്ട ഒന്നാണ്. പക്ഷെ ഇന്നിപ്പോ ശ്രീവിദ്യ ദീക്ഷ കൊടുക്കുന്നതെന്ന് പറഞ്ഞത് ഫാഷൻ പോലെയൊക്കെ അത് മാറിയിരിക്കുന്നത്. രാജ്യന്തേയം ശിരോദേയം നദേയം ഷോഡശി എന്ന പ്രമാണം പറയുന്നുണ്ട്. നമുക്ക് രാജ്യം കൊടുക്കാൻ നമ്മളെ തല വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ശ്രീവിദ്യ കൊടുക്കരുത് എന്ന്. അപ്പൊ ഒരു ഗുരു ശിഷ്യ അങ്ങനെ ശ്രീവിദ്യ മന്ത്രദീക്ഷാല് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ശിഷ്യനുമായിട്ട് ചുരുങ്ങിയത് 5-6 കൊല്ലത്തെ നല്ല അടുത്ത പരിചയം ഉണ്ടാകണം. പിന്നെ അവരുടെ ജാതകം വരെ പരിശോധിച്ച് നോക്കിയിട്ട് മാത്രമാണ് ഈ ശ്രീവിദ്യ മന്ത്രദീക്ഷ കൊടുക്കാൻ ഒരു അർഹനാണെന്നുള്ളത് നോക്കിയിട്ട് പാടുള്ളൂ എന്നുള്ളതൊക്കെയാണ്
എന്റെ ഒരു അഭിപ്രായം. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല. ധാരാളം പേര് ഈ ശ്രീവിദ്യ ഫാഷനായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളും പിന്നെ സ്വയം ഗുരു ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളും ഇവരെല്ലാം ശിഷ്യരെ വിളിച്ചു വരുത്തി വളരെ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് ഈ ശ്രീവിദ്യാ മന്ദിരത്തെ ദീക്ഷയായി കൊടുക്കുകയും അവരിൽ നിന്ന് ഭാരിച്ച തുക ദക്ഷിണ അവർ സ്വീകരിച്ചു. അതല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും പൂജകൾ പറഞ്ഞോ ഒക്കെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുണം ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഗുരു ഒരു ശിഷ്യന് മന്ത്രോപദേശം പകർന്നു കൊടുക്കുമ്പോൾ ആ ശിഷ്യന്റെ സാധനാക്രമത്തിലുള്ള വ്യതിയാനങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഒരു ഉത്തമനായിട്ട് ഗുരുവിനെ കഴിയും. ഏതൊരു മന്ത്രം ജപിക്കുകയാണെങ്കിലും നമ്മുടെ മൂലാധാരത്തിന് ചുറ്റിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി ഷഡ്ചക്രങ്ങളിൽ വേദിപ്പിച്ച സഹസ്രാരത്തിലെത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അത് ക്രമപ്രകാരം അല്ല എന്നുണ്ടെങ്കിൽ ഇതിന്റെ ആഘാതം നമ്മുടെ തലയ്ക്ക് തലച്ചു വന്ന മസ്തിഷ്കത്തിന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിൽ ചിത്തഭ്രമം സംഭവിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് എന്റെ ഒരു നിരീക്ഷണം. ಸ್ವಾಮಿ ಕಣ್ಣಗಿ ಕಥೆಯೋಡು ಎನ್ನ ಕನೆಕ್ಷನ್ ನಮ್ಮ ಅಮ್ಮನ್ ಕೋವಿಲು நம்ம மகாயக்னி எல்லா டான்ஸ் ப்ரோக்ராம் எல்லாம் அந்த கண்ணகி அம்மன் மேலேயே இருந்தது. ஸோ இங்க ஒரு கோவில் உள்ள ஒரு ரூம் இருக்கு, அது மூடு இருக்கு, அது நிஜமா அந்த കണ്ണകിയോட ഇത് ഇருக்கு? കൊടുങ്ങല്ലൂരിനകത്ത് കാണുന്ന മൂടി തുറക്കാത്ത അറ ഇതിന്റെ സീക്രട്ട് ചേംബർ എന്ന് പറയുന്ന ഒരു രഹസ്യ അറയാണ്. ഈ രഹസ്യ അറയിലാണ് പരശുരാമൻ ആദ്യം പ്രതിഷ്ഠിച്ച ശ്രീചക്രവും തുടർന്ന് ശങ്കരാചാര്യൻ പ്രതിഷ്ഠിച്ച രണ്ടാമത്തെ ശ്രീചക്രവും അതിനകത്തുമാണ്. അപ്പൊ അതിൽ നിന്ന് ആ ചൈതന്യത്തെ ആവാഹിച്ച് മുന്നിലിരിക്കുന്ന അർച്ചനാബിംബത്തിലേക്ക് ആവാഹിച്ച് പൂജ കഴിച്ച് തിരിച്ച് യഥാസ്ഥാനത്തേക്ക് ഉദ്ദേശിക്കുന്ന ബഹുപേരക്രമം എന്നുള്ള പൂജാവിധാനമാണ് നമ്മളുടെ തുടർന്ന് വരുന്നത്. പിന്നെ കണ്ണകിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കഥകൾ ഒക്കെ പലരും പറയാമെന്നുണ്ടെങ്കിലും ശരി, യഥാർത്ഥത്തിൽ ഈ കൊടുങ്ങല്ലൂരമ്മ എന്ന് പറയുന്നത് കണ്ണകിയല്ല കാളിയല്ല എന്നുള്ളതാണ്. ഇവിടുത്തെ ദേവതാസങ്കല്പം എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ആദിപരാശക്തി തന്നെയാണ്. അതായത് ത്രിമൂർത്തിയോട് മുന്നിലുള്ള ദേവത 84 ലക്ഷം ജീവരാശികളുടെയും അമ്മയായിട്ട് കുടികൊള്ളുന്ന ദേവിയാണ്. ലോകാംബികയായിട്ട് വാണരുളുന്ന ഈ കൊടുങ്ങല്ലൂർ ഭഗവതി പറയുന്ന ആദിപരാശക്തി. മധുരാനഗരം ചുട്ടരിച്ചതിന് ശേഷം ആ ചെലമ്പ് വീശി എറിഞ്ഞപ്പോ അത് ഈ കൊടുങ്ങല്ലൂരിന്റെ ഒരു 300 മീറ്റർ അമ്പലത്തിൽ 300 മീറ്റർ ഏകദേശം 300 മീറ്റർ തെക്ക് മാറിയിട്ട് അത് വീണു വന്നു. അന്നത്തെ രാജാവായിരുന്ന ചേരൻ ചെങ്കൂട്ടാന് സ്വപ്ന ദർശനം ഉണ്ടാകുകയും അവിടെ ദേവി ചൈതന്യം ഉണ്ടെന്നും അവിടെ കോവിൽ പണിത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നുള്ള ഒരു സ്വപ്ന ദർശനം ലഭിച്ചതിന്റെ ഫലമായി ഹിമാലയത്തിൽ നിന്നും അഞ്ജനശ്രീ കൊണ്ടുവന്ന വിഗ്രഹം ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് തെക്ക് ഭാഗത്തുള്ള ആ ക്ഷേത്രം. അതാണ് യഥാർത്ഥത്തിൽ കണ്ണകിയുടെ ക്ഷേത്രം എന്ന് പറയുന്നത്. മധുരാനഗരം ചുട്ടഴിച്ചതിന് ശേഷം കണ്ണകി എങ്ങനെ ഇറങ്ങി നടന്നു വന്നു, അങ്ങനെ തിരുവനന്തപുരത്ത് ആറ്റുകാരെത്തിയെന്ന്. അന്നവിടെ വളരെ പുഴയായിരുന്നു. അപ്പോ വളരെയധികം നടന്ന് ക്ഷീണിച്ച കാലുകളെല്ലാം വളരെ ചൂടായ സമയത്ത് ഈ വെള്ളത്തില് കാല് നനച്ച് ചൂട് ആറ്റി എന്നാണ്, കാലാറ്റി. അതാണ് ആറ്റുകാൽ എന്നുള്ള ഒരു പേര് വന്നത് എന്നുള്ളത് ഐതിഹ്യം പറയുന്നു. അന്നേരം ഈ കണ്ണകി വളരെ ആവശ്യമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കല്ലില് അവിടെ ഇരിക്കുന്ന സമയത്ത് അവിടെ ആ പുഴയിൽ ഇറക്കിക്കൊണ്ടിരുന്ന സ്ത്രീകൾ ഒരു കലത്തിൽ വെച്ച് ചോറ് വെച്ച് അരി വെച്ച് വേവിച്ച് കൊടുക്കുന്നു. അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടതാണ് ഇപ്പൊ ആറ്റുകാൽ പൊങ്കാല എന്നുള്ള മഹോത്സവം അവിടെ നടക്കുന്നത്. അതിനുശേഷം കണ്ണകി പിന്നെ അവിടെ നിന്ന് നടന്നു കോട്ടയം കുമളിക്കടുത്തുള്ള മംഗളാദേവി, വളരെ വനത്തിനുള്ളിലൂടെ പോയിട്ടുള്ള മംഗളാദേവി ക്ഷേത്രം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ കണ്ണകിയുടെ ക്ഷേത്രം. അവിടെ വെച്ചാണ് കണ്ണകിക്ക് സ്വർഗാരോഹണം ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെ വർഷത്തിൽ ഒരു ദിവസം മാത്രമാണ് നടന്നിട്ടുള്ളത്. അതായത് ഈ സ്വർഗാരോഹണം നടന്ന ദിവസം മേടമാസത്തിലെ പൗർണമി, ചിത്രാ പൗർണമി എന്ന് വിശേഷിപ്പിക്കുന്ന പൗർണമിക്കാണ് എന്നുള്ളതൊക്കെയാണ് വിശ്വാസം. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് പൂജയാണ്. അത് മാത്രമാണ് കണ്ണകിയായിട്ട് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഒരു കണക്ഷൻ പറയാനുള്ളത്.
പിന്നെ ഏകദേശം ഒരു 750 വർഷം മുമ്പ് ക്ഷേത്രം നവീകരിക്കുകയും അപ്പോൾ ഈ അമ്പലത്തിന്റെ തെക്ക് ഭാഗത്തുണ്ടായിരുന്ന കണ്ണകി ക്ഷേത്രത്തിന്റെ ദേവതാ ചൈതന്യത്തെ ആവാഹിച്ച് ഇപ്പോഴുള്ള വിഗ്രഹത്തിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു സ്മരണ പുലർത്തുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിനും നിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് താലപ്പൊലി മഹോത്സവത്തില് ജനുവരിയില്, അതായത് മകരമാസം നടക്കുന്ന താലപ്പൊലി മഹോത്സവത്തില് ആനയൊക്കെ എഴുന്നള്ളിക്കുന്നത് അവിടുന്നാക്കിയിട്ടുള്ളത് ആ ഒരു സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത്രമാത്രം കണ്ണകി ഏറ്റവും സങ്കല്പം ഇന്ന് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. லாஸ்ட் கொஸ்டின், நீங்க 2 மேஜர் ப்ராஜெக்ட்ஸ் நீங்க பண்றீங்க. ஒரு மகாயஜ்ஞம், ஸ்ரீ வித்யா மகாயஜ்ஞம், இன்னொரு இங்க அன்னதானம் டியூரிங் பரணி. சோ இந்த ஐடியா உங்களுக்கு எப்படி வந்தது அண்ட் எப்படி உங்களுக்கு அந்த சக்தி வருது இது இவ்வளவு வருஷமா எக்ஸிக்யூட் பண்ண? நிறைய பணம், எக்ஸ்பென்சஸ் ஆகுது அண்ட் மேன் பவர் வேணும். சோ நீங்க எங்கேருந்து இந்த பலம் வருது? இப்ப நாங்க இங்க கொடுங்கல்லூர்ல பூஜையெல்லாம் ஆரம்பிச்சது அரௌண்ட் 37 years ஆச்சு. ബൈ പ്രൊഫഷൻ ഐ എം ആൻ അഡ്വക്കേറ്റ്. അത് മൈസൂർ ശാരദാസ് ലോ കോളേജിലാണ് LLB എല്ലാം പഠിച്ചത്. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ മുഖ്യ പുരോഹിതനായിട്ട് പാരമ്പര്യ മേശാന്തിയായിട്ട് ഇവിടെ വരികയാണ്. ഇവിടെ വന്നപ്പോൾ ആദ്യം ഞങ്ങൾക്ക് തോന്നിയിട്ട് ഒരു വിഷയം, ഭക്തന്മാർക്ക് ഇവിടെ എത്തുന്ന ഭക്തന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് തോന്നുന്നത്. അങ്ങനെയാണ് 1998 അമ്പലത്തിൽ വരുന്ന ഭക്തന്മാർക്ക് അന്നദാനം എന്നുള്ള ഒരു സങ്കല്പം മനസ്സിലാക്കിച്ചത്. അങ്ങനെ ഭക്തജനങ്ങളുടെ ഒരു കമ്മിറ്റി, ഒരു സൊസൈറ്റി രൂപീകരിച്ച് അന്നദാനം ദേവസ്വം ബോർഡിന്റെ സ്ഥലത്ത് ആ ഊട്ടുകട നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ട് നമ്മൾ തുടങ്ങി. 1997 തുടങ്ങിയതിനു ശേഷം പിന്നത് കൊറോണ കഴിഞ്ഞതിന് ശേഷം അത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ആ അന്നദാനം ഇപ്പോഴും അവിടെ തുറന്നു വരുന്നു. പിന്നെ നമ്മൾ നോക്കിയപ്പോ ഈ കൊടുങ്ങല്ലൂർ ഭരണിക്ക് വരുന്ന ഭക്തന്മാരും ധാരാളം ദുരിതം അനുഭവിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഭക്ഷണത്തിനും കുടിവെള്ളത്തിനൊക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് അമ്മ തോന്നിച്ചതാണ് ഇങ്ങനെ എല്ലാ ഹിന്ദു ഓർഗനൈസേഷനെയും സന്നദ്ധ സേവാ സംഘടനകളെയും എല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് അന്നദാന സമിതി രൂപീകരിക്കുകയും വരുന്ന ഭക്തന്മാർക്കൊക്കെ സേവാ പ്രവർത്തനങ്ങൾ, ഭക്ഷണം, കുടിവെള്ളം, മെഡിക്കൽ സഹായം തുടങ്ങിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ കൂടി രീതി രൂപമുണ്ട്. അതെല്ലാം അമ്മ തോന്നിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. അതിപ്പോ 10-17 വർഷമായി എത്തിക്കൊണ്ടിരിക്കുകയും ഹോമം മഹായജ്ഞം സഹായത്വം തുടങ്ങാനൊക്കെ കാരണം ഞാൻ ഇവിടെ വന്ന കാലം തൊട്ടിട്ട് ലളിതാശാസ്ത്രം പുറത്തായിട്ട് ചെയ്യിക്കുമായിരുന്നു. ആ സമയത്ത് കേരളത്തിന് പുറത്തുനിന്നൊക്കെ വരുന്ന ധാരാളം ഉപാസകര്, പ്രത്യേകിച്ച് ശ്രീവിദ്യോപാസകര് ഇവിടെ വന്നിട്ട് ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ചോദിക്കുകയും അവർ പല സംശയങ്ങളും ചോദിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറഞ്ഞു കൊടുക്കാൻ എനിക്ക് അറിയുമായിരുന്നില്ല. പക്ഷെ അവർ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ച് വെക്കാറുണ്ടായിരുന്നു. പിന്നീട് അതിനുള്ള ഉത്തരം വേറെ ആരെങ്കിലും പറഞ്ഞുതരും. അതല്ലെങ്കിൽ ചിലപ്പോ തന്നെ ഇരുന്നാലേ ദൈവം തോന്നിപ്പിച്ചു തരും അതെങ്ങനെയാണെന്ന്. അല്ലെങ്കിൽ യാദൃച്ഛികമായിട്ടുള്ള പുസ്തകങ്ങൾ നമുക്ക് അപ്പോഴാണ് തോന്നിയത് പ്രത്യേകിച്ച് ശ്രീവിദ്യോപാസകരെ ഒരു യൂണിറ്റ് ഇല്ലാത്തൊരു അവസ്ഥ മൊത്തം, അതായത് ഈഗോ വർദ്ധിച്ചൊക്കെ അവസ്ഥ എല്ലാവരും കാണാൻ കഴിയും. ഓരോരുത്തരും കരുതുന്ന എന്റെ സമ്പ്രദായമാണ്, എന്റെ ഗുരുപരമ്പരയാണ് ശ്രേഷ്ഠമെന്ന്. അതുകൊണ്ട് ഈ മറ്റുള്ള ഗുരുക്കന്മാരുടെ ശിഷ്യന്മാർക്ക് വേണ്ടി മുൻപിൽ ചെയ്യാൻ ഈ ഗുരുക്കന്മാരാരും അതിനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത്. പിന്നെ ഈ ഓൺലൈൻ ദീക്ഷ പോലെ തുടങ്ങിയിട്ടുള്ള അത്തരം ദീക്ഷകളെ കുറിച്ചുള്ള അത്തരം ആളുകൾ, ഇത് ആഗ്രഹിച്ചെത്തുന്ന ആളുകള് അതുപോലുള്ള ചതിക്കുഴികളിൽ പെടാതിരിക്കാനും ഒക്കെ ആയാണ് അങ്ങനെ ശ്രീവിദ്യാ പ്രസ്ഥാനം എന്നൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. 2009 മുതൽ ശ്രീചക്ര പൂജ, ശ്രീവിദ്യാ മഹാഹോമം, ചന്ദ്രികാ ഹോമം, ശ്രീവിദ്യാ മഹായം തുടങ്ങിയിട്ടുള്ള യാഗങ്ങളെല്ലാം നടത്തിക്കൊണ്ട് വരുന്നുണ്ട്. ആഗ്രഹിച്ചെത്തുന്ന ഭക്തന്മാർക്ക് ദേവിയെ ഉപാസിക്കുന്നതിനുള്ള ഉപാധികൾ, അതിന്റെ വഴികൾ, സമ്പ്രദായങ്ങളെല്ലാം നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക ആളുകളെ.
തുടങ്ങിയിട്ടുള്ള ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ് ശ്രീ വിദ്യാപ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ഇത്തരത്തിലുള്ള യാഗങ്ങളെല്ലാം നമ്മളത് ആരംഭിച്ചത്.